നമുക്ക് ഏറെ സുപരിചിതമായ ലാമിയസി കുടുംബത്തിൽപ്പെടുന്ന കരിനച്ചി എന്ന പ്ലാന്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ശാസ്ത്രീയ നാമം വിറ്റെക്സ് നിഗുണ്ടോ എന്നാണ്. ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇതിന്റെ ഔഷധ ഉപയോഗവും പ്രാധാന്യവും ഒക്കെയാണ് ഏറെയും പറയുന്നത്. പിന്നെ ചിലതിൽ അതിന്റെ ആയുർവേദത്തിലുള്ള സവിശേഷ ഗുണങ്ങളും പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിൽ ആദ്യത്തെ എപ്പിസോഡിൽ ഈ ചെടിയുടെ സവിശേഷതകൾ, വളപ്രയോഗം, വളർച്ച, രോഗങ്ങളും കീടങ്ങളും, പുനരുൽപാദനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം മിക്കവാറും ഒരു എപ്പിസോഡിൽ തീർത്തിട്ടുമുണ്ട്. പക്ഷേ ചില മെഡിസിനൽ പ്ലാന്റ്സുകളെ പറ്റി പറയുമ്പോൾ അതിന്റെ ഉപയോഗത്തിന്റെ പ്രത്യേകതകൾ കാരണം നമുക്ക് അതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു എപ്പിസോഡിൽ തീരില്ല. അപ്പം അങ്ങനെ ആ ഒരു ലിസ്റ്റിൽപ്പെട്ടതാണ് കരിനച്ചിയും. അതുകൊണ്ട് തന്നെ ഇത് 2 എപ്പിസോഡായിട്ടാണ് ചെയ്യുന്നത്. ചെടികൾ ഏറെയും ഔഷധ പ്രാധാന്യങ്ങൾ നിറഞ്ഞതാണ്. അവ ഓരോന്നും പഠിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിന്റെ 2ാമത്തെ എപ്പിസോഡിൽ ഇതിന്റെ ഔഷധ ഉപയോഗം, അതുപോലെ നമ്മുടെ പ്രാചീന ചികിത്സാ രീതിയിൽ തുടങ്ങി ആയുർവേദം, പിന്നെ വിവിധ പ്രാചീന ലോക സംസ്കാരങ്ങളിൽ ഇതിന്റെ ഉപയോഗം എന്നിവയൊക്കെയാണ് പരമാവധി ചുരുക്കി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ചൈനീസ് കാസ്ട്രി അല്ലെങ്കിൽ കുതിരപ്പട വിറ്റെക്സ്, ഹിന്ദിയിൽ നിർഗുണ്ടി, നിസിന്ത, മലയാളത്തിൽ കരിനൊച്ചി, വെള്ളനൊച്ചി, ആറ്റുനൊച്ചി എന്നു തുടങ്ങി പുഷ്പത്തിൻ്റെയും ഇലയുടെയും നിറത്തെ ആധാരമാക്കി വിവിധ പേരുകളിൽ വിളിക്കപ്പെടുന്നു. പല പ്രാചീന ലോക സംസ്കാരങ്ങളിലും വളരെ കാലം മുൻപ് മുതൽ തന്നെ ഔഷധാവശ്യത്തിനായി ഉപയോഗിച്ചിരുന്ന ഈ ചെടി ഓരോ പ്രാദേശിക സംസ്കാരത്തെ ആശ്രയിച്ച് വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. അവ ഓരോന്നും എടുത്തു പറഞ്ഞാൽ ഇത് ധാരാളം എപ്പിസോഡ് ആകുന്നതിനാൽ അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. ഉഷ്ണമേഖല, കിഴക്കൻ, ദക്ഷിണാഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലാണ് വിറ്റെക്സ് നിഗുണ്ടയുടെ ജന്മദേശം. ഇതവിടെ വ്യാപകമായി കൃഷി ചെയ്യുകയും പ്രകൃതിദത്തമായി കാണപ്പെടുകയും ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, കംബോഡിയ, ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ, ജപ്പാൻ, കൊറിയ, കെനിയ, മഡഗാസ്കർ, മലേഷ്യ, മൊസാംബിക്, മ്യാൻമർ, നേപ്പാൾ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, തായ്വാൻ, ടാൻസ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്നിത് തദ്ദേശീയമാണ്. തെക്കൻ യൂറോപ്പ്, മെഡിറ്ററേനിയൻ, മധ്യ ഏഷ്യ എന്നിവിടങ്ങളിൽ ഇതിന്റെ വൈവിധ്യമാർന്ന ഇനങ്ങളും കാണപ്പെടുന്നുണ്ട്. പുരാതന കാലം മുതൽ ഇതിന്റെ ഇലകളും പഴങ്ങളും ഉണക്കിയോ പേസ്റ്റുകളാക്കിയോ കഷായമായോ മനുഷ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വന്നിരുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന രാസസംയുക്തങ്ങൾ, അതിന്റെ ജീവശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ക്ലിനിക്കൽ പഠനത്തിന് വിധേയമായിട്ടുമുണ്ട്. അത് തുടർന്നു വരുന്ന എപ്പിസോഡിൽ വിശദമായി പറയുന്നതാണ്. കരിനൊച്ചിയുടെ ഇലകൾ പ്രകൃതിദത്ത കീടനാശിനിയാണ്. ചില സംസ്കാരങ്ങളിൽ ഈ മരത്തിന്റെ ചില്ലകൾ കൊണ്ട് കൊട്ട നിർമ്മിക്കുന്നു. അതുപോലെ ഇതിന്റെ നാരുകൾ കോഡേജ് ആയ കപ്പൽ കയറുകളായി ഉപയോഗിക്കുന്നു. ചില സംസ്കാരങ്ങളിൽ ആത്മീയ പ്രാധാന്യമുള്ളതും മതപരമായ ആചാരങ്ങളിലും ചടങ്ങുകളിലും ഇതൊരു നിർണായക ഘടകമാണ്. പരമ്പരാഗത നാടോടി കഥകളിലും സാഹിത്യങ്ങളിലും ഇതിന്റെ സവിശേഷ ഗുണങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ ചെടി വളരെ പ്രയോജനകരമാണെങ്കിലും ഇതിന്റെ നേറ്റീവ് പരിധിക്ക് പുറത്തുള്ള ചില പ്രദേശങ്ങളിൽ ആക്രമണകാരികളായേക്കാം. പ്രാദേശിക സസ്യജാലങ്ങളെ നശിപ്പിക്കുന്നത് തടയുന്നതിന് ഇതിന്റെ വളർച്ചയും വ്യാപനവും നിയന്ത്രിക്കേണ്ടത് പ്രധാനമാണ്. ഇതെടുത്തു പറയുമ്പോഴും ഒരു നാറ്റീവ് പ്ലാന്റ് എന്ന നിലയിൽ ഇത് പ്രാദേശിക വന്യജീവികൾക്ക് ഭക്ഷണം നൽകുകയും വിവിധ പ്രാണികൾക്കും പക്ഷികൾക്കും ആവാസ വ്യവസ്ഥയും ഭക്ഷണവും കൂടിയാണിത്. വനനശീകരണം, മണ്ണൊലിപ്പ് എന്നിവയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സസ്യം കൂടിയാണ് കരിനൊച്ചി. ഈ ചെടി സാധാരണയായി കണ്ടുവരുന്നത് നദീതീരങ്ങളിലും വനങ്ങളിലും തരിശു നിലങ്ങളിലുമൊക്കെയാണ്. 3 മീറ്ററോ അതിൽ കൂടുതലോ ഉയരത്തിൽ ധാരാളം ശാഖകളായി പടർന്നു വളരുന്ന ഒരു കുറ്റിച്ചെടിയോ മരമോ ആണിത്. ഇതിന്റെ തൊലി ഇരുണ്ട ചാര നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ഇലകൾ ഡിജിറ്റേറ്റ് ആണ്. 5 കുന്താകൃതിയിലുള്ള ലഘുലേഖകളായാണ് അത് കാണപ്പെടുന്നത്. ചിലപ്പോൾ അത് 3ഉം ആകാറുണ്ട്. ഓരോ ലഘുലേഖയും ഏകദേശം 4 മുതൽ 10 സെന്റിമീറ്റർ വരെ നീളമുള്ളതാണ്. മധ്യഭാഗത്തെ ലഘുലേഖയാണ് ഏറ്റവും വലിയ തണ്ടുകളായി കാണപ്പെടുന്നത്. ഈ ഇലയുടെ അരികുകൾ പല്ലുകളുടെ ആകൃതിയിലാണ്. അതിന്റെ അടിഭാഗം രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. 10 മുതൽ 20 സെന്റിമീറ്റർ നീളമുള്ള ഇതിന്റെ പാനിക്കുകളിൽ ധാരാളം പൂക്കൾ വിരിയുന്നു. അവ ഓരോന്നും ഏകദേശം 6 മുതൽ 7 സെന്റിമീറ്റർ നീളമുള്ളതും വെള്ള മുതൽ നീല നിറം വരെ കാണുന്നതുമാണ്. ഈ പൂക്കൾ ധാരാളം പരാഗണങ്ങളെ ആകർഷിക്കുന്നു. അങ്ങനെ ഈ ചെടി അത് വളരുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന തന്നെ നൽകുന്നുണ്ട്. ഈ പൂക്കളുടെ ദളങ്ങൾ വ്യത്യസ്ത നീളമുള്ളവയാണ്. ഈ പൂവിന്റെ മധ്യഭാഗത്തെ ദളമാണ് ഏറ്റവും നീളം കൂടിയത്. ഇതിന്റെ കൊറോളയും കാലിക്സും ഇടതൂർന്ന രൂപങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ പഴം ചെറിയ ഡ്രൂപ്പാണ്. മൂക്കുമ്പോൾ കറുപ്പോ കടും പർപ്പിൾ നിറത്തിലോ അത് കാണപ്പെടുന്നു. അതിനുള്ളിൽ ഒരു വിത്തും അടങ്ങിയിട്ടുണ്ട്.
നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഈ ചെടി ഇഷ്ടപ്പെടുന്നത്. മണൽ, പശ്ചിമരാശി, കളിമണ്ണ് എന്നിവയുൾപ്പെടെ വിവിധതരം മണ്ണിലും ഇത് വളരുന്നു. പക്ഷേ മതിയായ ഡ്രെയിനേജ് ആവശ്യമാണ്. ഉറപ്പുള്ള മണ്ണിനെ സഹിക്കാൻ കഴിയുന്ന ചെടിയാണെങ്കിലും നല്ല വായുസഞ്ചാരമുള്ള മിതമായ ഫലഭൂയിഷ്ഠതയുള്ള മണ്ണിൽ ഇത് നല്ല രീതിയിൽ വളരുന്നു. അധികം വളപ്രയോഗം ആവശ്യമില്ലാത്ത ചെടിയാണെങ്കിലും ജൈവ പദാർത്ഥങ്ങളാൽ സമ്പന്നമായ മണ്ണിൽ ഇത് നല്ല വളർച്ച കാണിക്കുന്നു. 6 മുതൽ 7.5 വരെയുള്ള ഓപ്റ്റിമൽ pH പരിധിയിലാണ് ഈ ചെടി നന്നായി വളരുന്നത്. അല്പം അസിഡിറ്റിയുള്ള മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ചെറുതായി അസിഡിറ്റി മുതൽ ആൽക്കലൈൻ വരെയുള്ള മണ്ണ് ഇതിന് സഹിക്കാൻ കഴിയും. അതായത് 5.5 മുതൽ 8 വരെയുള്ള വിശാല pH. അധികം വളപ്രയോഗം ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. എങ്കിലും ഔഷധാവശ്യത്തിനോ വാണിജ്യ ആവശ്യത്തിനോ ആണ് നിങ്ങൾ ഇത് കൃഷി ചെയ്യുന്നതെങ്കിൽ മതിയായ വളം നൽകുന്നത് നല്ലതാണ്. വളം പ്രയോഗിക്കുമ്പോൾ 10ന്റെയോ 14ന്റെയോ തുല്യ അനുപാതത്തിലുള്ള NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സ് തിരഞ്ഞെടുക്കുക. പുതിയ വളർച്ച ആരംഭിക്കുമ്പോൾ വസന്തത്തിന്റെ തുടക്കത്തിൽ വളം നൽകുക. ആവശ്യമെങ്കിൽ രണ്ടാമത്തേത് വേനൽക്കാലത്തിന്റെ മധ്യത്തിൽ കുറഞ്ഞ അളവിൽ വളം നൽകുക. വളം നൽകുമ്പോൾ ഇലയും തണ്ടുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി ചെടിയുടെ ചുവട്ടിൽ തുല്യമായി വിതറുക. വളപ്രയോഗത്തിന് ശേഷം ചെടിയുടെ ചുവട് നന്നായി നനയ്ക്കുക. ഇത് പോഷകങ്ങൾ ലയിക്കാനും ഫ്രൂട്ട് സോണിൽ എത്താനും സഹായിക്കും. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ നൽകാം. അധികം വളപ്രയോഗം ആവശ്യമില്ലാത്ത ചെടി ആയതിനാൽ അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. അത് പൂക്കൾ കുറയുകയും അമിതമായ സസ്യവളർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യും. മുഞ്ഞ, ചിലന്തിക്കാശ്, വെള്ളീച്ച, സ്കെയിൽ പ്രാണികൾ, വിഷമഞ്ഞ്, ലീഫ് സ്പോട്ട്, റൂട്ട് ചീയൽ, വെർട്ടിസീലിയം വെൽറ്റ് ഇവയാണ് കരിനൊച്ചിയെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും ലെയർ ചെയ്തും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും നമ്മുടെ നിത്യജീവിതത്തിലും നിരവധി ഉപയോഗങ്ങളുള്ള ഒരു ബഹുമുഖ സസ്യമാണ് കരിനൊച്ചി. അതോടൊപ്പം നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതും നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യവും പ്രകൃതിദത്തവുമാണ് ഈ ചെടി. വാണിജ്യാടിസ്ഥാനത്തിലും ഔഷധാവശ്യത്തിനും വേണ്ടി വളർത്താൻ കഴിയുന്ന ഒരു ഔഷധ സസ്യവും കൂടിയാണ് കരിനൊച്ചി. ഓരോ ചെടിയെക്കുറിച്ചുള്ള വീഡിയോ തയ്യാറാക്കുമ്പോഴും അതിൻ്റെ പരമാവധി തലത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ആവാസ വ്യവസ്ഥയിലുള്ള ആ ചെടിയുടെ പ്രാധാന്യവും അതിൻ്റെ വാണിജ്യ വിപണന സാധ്യതയും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. ഞങ്ങളുടെ ഈ ശ്രമത്തിൽ നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആവശ്യമാണ്. തുടർന്ന് വരുന്ന എപ്പിസോഡിൽ ഇതിൻ്റെ ഔഷധ ഉപയോഗങ്ങൾ പരമാവധി സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ അടുത്ത വീഡിയോ നിർബന്ധമായിട്ടും കാണുക. നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ കരിനൊച്ചിയുടെ ഔഷധ ഉപയോഗങ്ങളുമായിട്ട് വരുന്നത് വരെ ബൈ.